ഹരി ഓം. ഓം ഹരി ക്ലീം കൃഷ്ണായ നമ. അപ്പം നമ്മളെന്താണ് നമ്മളെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഡമുടി ഏന്തിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു, വെളുത്ത മുത്തു കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു, ചിന്മുദ്രാങ്കിത യോഗ സമാധിക്കൊരു കുറികണി കണ്ടു, മനസ്സിനുള്ളിൽ മണി കണ്ട നിന്നാമം കണി കണ്ടു. എന്താ ചെയ്യുക, ഞാനൊരു മുസ്ലിമായി പോയി, അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെന്താ അറിയോ, നമ്മളൊരു വിഷമോചകനുമാണ്, അതായത് വിഷം മോചിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ വിഷം കുറച്ച് എടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് കാലം കുറച്ച് ബ്രാൻഡിയോ കള്ളോ എന്താ ഇതിന് പറയുക, എല്ലാവരും അറിയാത്തൊരു കള്ള് എന്നല്ലേ പറയുക. നമ്മൾ ബ്രാൻഡി കുടിച്ച് നടന്നു. ബ്രാൻഡിനെ നയിച്ചുള്ളൂ. കുപ്പി തന്ന എക്സൈസുമാരൊക്കെ ഉണ്ട്, ഇത് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് പ്രസൻറ്റ് ചെയ്യും, വേറെ ആർക്കെങ്കിലും കൊടുത്തു പറയും, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ശരിക്കും വരാഹിക്ക് കൊടുക്കണതാണ്, വിങ്സ് ചിറകിന് വാർത്താളിക്ക് കൊടുക്കണതാണ്, വജ്രേശ്വരി. അതുകൊണ്ടത് കത്തിക്കുന്നത്. നിയമവിരുദ്ധമാണെന്ന് അറിയില്ല, എഴുതാൻ ഇഷ്ടമല്ല, അല്ലാത്തവർക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം എപ്പോഴും ഏത് സമയത്തും. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മത്ത് പിടിപ്പിക്കണ എന്ത് ലഹരി ഉപയോഗിക്കുകയാണെങ്കിലും ഒന്നും വിചാരിച്ചിട്ട് വേറെ സാധനം കാണിച്ചു തരാം. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൃഷ്ണ ഗുരുവായൂരപ്പ അവിടെ നിന്ന് കിട്ടണ ഒരു പഞ്ചസാരയാണ്. ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൊട്ടും, ഇങ്ങനെ കൊട്ടിയിട്ടേ ഇതിങ്ങനെ എടുക്കുക ലേസം. ഇതിങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ മധുരം, ഇവിടെ വേറെ മധുരം, അവിടേക്ക് വേറെ മധുരം. ഇത് പിന്നെ നമ്മൾ ഇങ്ങനെ തിരികെ കയറ്റാൻ പറ്റുമോ? പറ്റില്ല. ഭസ്മധൂളികളും കൂടി ഇന്നോട് വർത്താനം പറയും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ കഴിക്കുക. അത് ഷുഗറുള്ളവർക്ക് പറ്റില്ല എന്ന് പറയണു. അപ്പോൾ എങ്ങനെയായാലും ഈ തിരുമോന്ത കിട്ടിയിട്ടൊന്നും കാര്യമില്ല. കഴിച്ചിലാവണവരോട് നേരെ കഴിച്ചിലാവട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ ആ സാധനം നിങ്ങൾ നിത്യോപയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, മരിക്കും, തമ്മു തല്ലി മരിക്കും, അത്രേ ഉള്ളൂ. ഇതാ ഇങ്ങോട്ട് വരി, ഒരു കൈ ഇത് അങ്ങോട്ട് വരുന്നു. ഇത് നമ്മളെ പടച്ചവൻ്റെ കൈയാണ്. ഞങ്ങൾ ആൾധാരയിലേ വലത്തെ കൈയാണ് കുടിവയ്ക്കൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഓം വിഷ്ണുവേ നമാന്ന് പറഞ്ഞില്ലേ, നിന്നെ ഞാൻ വധിച്ചു, പിന്നെ നീ എൻ്റെ അടുത്തേക്കനല്ലേ വരിക. അതിനൊരു കാരണം വേണമല്ലോ. നിനക്കുണ്ടല്ലോ മഠങ്ങളും അച്ഛനും അമ്മയും ഗുരുനാഥന്മാരൊക്കെ. അങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല, വേറെ ചില കണ്ണികളിൽ പെടാതിരിക്കുക. അങ്ങനെ ഒന്നുണ്ട് എൻ്റെ അടുത്ത്, അത് കൊണ്ട് നടക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ഹരി ഓം.